ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടക്കം കുറിച്ചത് ന്യൂ സോങ് റിലീസ് റൗണ്ടിലാണ്. ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ നല്ലൊരു പാട്ടിന് നമുക്ക് കിട്ടി. ഇനി അടുത്തതായി ഈ വേദിയിൽ പാടാൻ എത്തുന്നു മിന. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ മിന. ഇന്ന് നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. മിന, എന്തൊക്കെയാണ് കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇനിയും നന്നാക്കണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ജഡ്ജസ്? അതൊക്കെ ചെയ്തോ? ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ചെയ്തതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റണം. എന്തായാലും നമ്മുടെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സോങ് അറിയണം, പറയും. പേട്ടിയ അബ്ദുറഹിമാൻ സാർ രചിച്ച് വിയാൻകുട്ടി സാർ പാടിയ ഹറമിന്റെ വശത്ത്. ഓക്കെ, എങ്ങനെയുണ്ട്? ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റ് ആണോ? കുറച്ച് ഫാസ്റ്റ് ആണ്. കുറെ ലിറിക്സ് ഒക്കെ ഉണ്ടോ? തെറ്റിക്കല്ലേ. ഇവിടെ ഇപ്പം കുറച്ചായിട്ട് ആൾക്കാർ ഇങ്ങനെ തെറ്റിച്ച് പോവാണ്. അപ്പൊ അതിനനുസരിച്ച് മാർക്കും ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വിയൻകുട്ടി മാഷ് പാടിയ ഒരു പാട്ടാണ് ഇപ്പോൾ പാടിയത്. എങ്ങനെയുണ്ടായിരുന്നു മിന പാടിയിട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമുണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം ജഡ്ജിൻ്റെ അടുത്ത് തന്നെ. യെസ്, ഷാൻസ. മിന, നമ്മളെ ഈ പാട്ടിൽ ഒരുപാട് ലൈഫ് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കൂടെ ഇൻവോൾവ് ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. മോളുടെ ടെൻഷൻ കംപ്ലീറ്റും വരി മറന്നു പോവോ എന്നുള്ള ഒരു അങ്ങോട്ടേക്കായിപ്പോയി ചിന്തകൾ കംപ്ലീറ്റ് എന്ന് എനിക്ക് തോന്നിയത്. കാരണം കുറേ ഇൻവോൾവ് ആവാം ഇനിയും ആ പാട്ടിൽ. പിച്ച് എന്തായാലും നമുക്ക് കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ആന്നല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോഴും ആ വോയിസ് നല്ല വോയിസാണ്. ഓക്കെ, അതിൽ യാതൊരു അപ്പീലും ഇല്ല. നല്ല ശബ്ദമാണ്. പക്ഷെ കേട്ടോ, നമ്മളിപ്പോൾ ഒരു പാട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പാട്ടിന് നമ്മൾ 100% കൊടുക്കണം അല്ലേ. ഇതിപ്പം മോള് എനിക്കൊന്ന ഫസ്റ്റ് പല്ലവി മാത്രം ഓക്കെ അതൊന്ന് പാടി, പിന്നെ ബാക്കി അങ്ങോട്ട് എന്താ പറയുക, ഒരു സീറോ ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് പാടി തീർത്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു ഓട്ടമായിരുന്നു. മോളെ മൊത്തം അത് കാണാനുണ്ട്, ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറെ ഇൻവോൾവ് ആവായിരുന്നു മോളെ. എനിക്കങ്ങനെ തോന്നി. നമ്മൾ ഒരു പാട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു 100% കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ വേറെ പാട്ട് തിരഞ്ഞെടുക്കണം അല്ലേ. അങ്ങനെ ചെയ്യായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. ഫൈസൽ മാഷ്. ഇത് വളരെ പറയാ, മോളെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പിൾ പാട്ടായിരുന്നു. പക്ഷെ അത് ഷാൻ പറഞ്ഞതുപോലെ തന്നെ അത് വലിയ ടഫായൊരു സോങ്ങൊന്നും അല്ല ഇത്. അതുകൊണ്ട് മോൾക്ക് ഇത് മാഷ് പാടി കേട്ട് അതന്നെയാണോ പഠിച്ചത്? അല്ല. അപ്പോൾ ഒറിജിനൽ, അപ്പം അത് ഒറിജിനൽ പിച്ച് ഇതന്നെയാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ മോൾക്കത് കഴിയായിരുന്നു തോന്നുന്നു. കാരണം അത് ഇത്ര വലിയ ടഫല്ല അത് കേൾക്കാൻ. അറിയാം, സാധാ മാപ്പിളപ്പാട്ട്. പിന്നെ ഇതിൻ്റെ ഒരു PT അബ്ദുറഹിമാൻ എന്ന ഒരു പ്രഗത്ഭനായ കവിയുടെ വരികൾ, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആ പാട്ടിലുണ്ട്. അതൊക്കെ കുറച്ചുകൂടി മോള്, പിന്നെ ടെൻഷനുള്ള ആളൊന്നും അല്ല ഇപ്പം, ഇന്നെന്തോ അങ്ങനെ അത് അവിടെ വന്നായിരിക്കാം. ഏതായാലും ഇത്തരം പാട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വളരെ സിമ്പിളായിട്ട് പാടി അവതരിപ്പിക്കുന്ന സാധാ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശൈലി നമുക്ക് ചെയ്യാവുന്ന ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു ഫൈസൽ മാഷെ. രണത്ത. മോളൊക്കെ വരി മറക്കോ എന്നുള്ള അല്ലേ, അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നും ഇതിനകത്തില്ല. അങ്ങനത്തെ വരികളില്ല. പിന്നെ സംഗതികൾ കൂടുതൽ പാടിക്കൊടുക്കണം എന്നില്ല. പക്ഷെ ഒരുപാട് ഫീല് കൊടുത്ത് നമുക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് അത്. സിമ്പിളാണ് പാട്ട്, വലിയ ബുദ്ധിമുട്ട് അങ്ങനത്തെ അതൊന്നും ഇല്ലല്ലോ, അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അപ്പം കുറച്ചും കൂടി നമ്മൾ അതിമൊന്ന് മെനക്കെട്ട് അങ്ങനെ പറയാം, പ്രാക്ടീസ് ചെയ്ത് നമ്മളങ്ങനെ ഒന്ന് ചെയ്യായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. മുളങ്ങ് പാടി, എന്താ പറയുക, ഫസ്റ്റ് തൊട്ട് തന്നെ ലാസ്റ്റ് വരെ മുളങ്ങ് പാടി. പക്ഷെ ഒന്നുകൂടി ഭംഗിയാക്കുക എന്ന് പറയില്ല. നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് പറയാം, എന്ത് രസമായിട്ടാണ് പാടിയിരിക്കണേ അങ്ങനെയൊക്കെ പറയില്ല. അതിലെന്ത് സുഖമായിട്ടാണ് പാടിയിരിക്കണേ എന്ന് പറയണത് എന്താ, അതിൽ അവർ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയണം. അപ്പം അത്രയേ ഉള്ളൂ. അത് നമ്മളെ പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പം അതേ സംഭവിച്ചിട്ടുള്ളൂ. അതായിരുന്നു വേണ്ടിയിരുന്നത് കേട്ടോ. കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു. ഓക്കെ, താങ്ക് യു രണത്ത. മിന പാട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇവിടെ പാടുന്ന പാട്ടൊക്കെ ആരുടെടുത്തെങ്കിൽ പോയി കറക്റ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പം ഈ പാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് മാർക്സ് അറിയാം മിന. ഷാൻസ്, നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഒരു പാട്ടിൽ നമ്മൾ കൊടുക്കാണ്ട്, പിച്ച്, ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് കൊടുക്കേണ്ട സംഭവമാണ് ഇൻവോൾവ്മെൻറ്റ്. അത് ഞാൻ മോളുടെ കഴിഞ്ഞ പാട്ടുകളും നോക്കായിരുന്നു. ഈ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മളത് മനസ്സിലാക്കണം. നമ്മളൊരു പാട്ടിനെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കതിന് 100% എന്താണ് ഈ പാട്ട്, എന്തിനു വേണ്ടിയാണ് ഈ പാട്ട്, പാട്ടിൻ്റെ വിഷയം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പാട്ട് എടുത്ത് പാടാൻ അല്ലേ. അപ്പം ബൈ ഹാർട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്ന ആളുമുണ്ട്, എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതുന്ന ആളുമുണ്ട്. രണ്ടിനും വ്യത്യാസം നമ്മളെപ്പോഴും കാണുന്നതാണ്. ഒരാൾക്ക് ഇടയിൽ വെച്ച് ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തീർന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതിന് പിന്നെ 24. 24 out of 30. താങ്ക് യു ഷാൻസ. ഫൈസൽ മാഷെ. 24 again. താങ്ക് യു ഫൈസൽ മാഷെ. രണത്ത. 24 ആണ് 3 ജഡ്ജസ് തന്നിട്ടുള്ളത്. സോ യുവർ ഗ്രാൻഡ് ടോട്ടൽ 72 out of 90. മിന, ഒന്നുകൂടെ ട്രൈ ഹാർഡ് ഫോർ ദ നെക്സ്റ്റ് പെർഫോമൻസ്. ഈ ഒരു ലെവലിലല്ല
പെർഫോമൻസുകൾ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.